ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള അരോണ ഫിഷ്. ഞാൻ സിൽവർ 800 രൂപയ്ക്ക് വാങ്ങിയതാണ്. നല്ല ചെറിയ സൈസായിരുന്നു. ഇപ്പോൾ കുറച്ച് സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന് വാട്ടർ ക്വാളിറ്റി മസ്റ്റാണ്. കാര്യം വാട്ടർ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് സ്ട്രെസ് അടിക്കാനും പെട്ടെന്ന് ചത്തുപോകാനും ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെട്ടെന്ന് അത്ര സെൻസിറ്റീവായിട്ടുള്ള ഫിഷൊന്നുമല്ല. നല്ല ഹാർഡ് ഫിഷ് തന്നെയാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫിഷ് തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ കെയർ കൊടുക്കണം. കാര്യം ഇതൊരു ബേബി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ കൊടുത്താൽ മാത്രമേ നമുക്കിതിനെ അത്യാവശ്യം സൈസ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ് നമുക്ക് ലെവലൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ്സ് എല്ലാം നമ്മൾ അക്വേറിയം ലൈറ്റ്സ് അധിക സമയം യൂസ് ചെയ്യാതിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ലൈവ് ബീറ്റ് ഇപ്പം കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. കാരണം അപ്പോൾ ഞാൻ ഇവനെ ഇട്ടിരിക്കുന്നത് ഒരു 4 ഫീറ്റ് ടാങ്കാണ്. 4 ഫീറ്റ് ലെങ്ത്ത്, 2 ഫീറ്റ് വിഡ്ത്ത്, 2.5 ഫീറ്റ് ഹൈറ്റ്. ഏകദേശം 1500 ലിറ്ററോളം വെള്ളം കൊള്ളും. പക്ഷേ ഞാൻ അത്രയും വെള്ളമൊന്നും ഇട്ടിട്ടില്ല, പകുതി വെള്ളം ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഇത്രയും വലിയ ടാങ്കിൽ ഇവൻ മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ. കൂടെ ഒരു ജൈൻ ഗൗരമ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവൻ കുറച്ചും കൂടെ ഒന്ന് ഗ്രോത്ത് ആയതിന് ഒരു സൈസ് ആയതിനു ശേഷം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വാട്ടർ ക്വാളിറ്റി മസ്റ്റാണ്. കാരണം നമുക്കിതിനകത്ത് ഇപ്പോൾ കൊഞ്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ഞാൻ ഒരു 20% വാട്ടർ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ ഓസ് യൂസ് ചെയ്ത് വലിച്ച് കളയുന്നുണ്ട്, നമ്മൾ ഈ ബോട്ടം സൈഡിൽ വരുന്നതെല്ലാം. പിന്നെ അത്യാവശ്യം നല്ലൊരു ടോപ്പ് ഫിൽട്രേഷനാണ് കൊടുത്തിട്ടുള്ളത്, ടോപ്പ് സമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ബയോമീഡിയസ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മൈക്രോ ലൈഫ് എസ്റ്റുവിൻ്റെ ഒരു ബെനിഫിഷ്യൽ ബാക്ടീരിയ സൊല്യൂഷൻ കൂടി ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. കാര്യം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ഈ വീക്ക്ലി 20% വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ബെനിഫിഷ്യൽ ബാക്ടീരിയാസൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണാം. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.